ഓം ഗുരുഭ്യോ നമ. ഓം വിജ്ഞാനസഹിതം ദേവി വിദ്യാം ദേഹി സരസ്വതി. ദേഹി വാണി വിവേകം മേ വിനയം ദേഹി സരസ്വതി. വിദ്യയ്ക്ക് യാചിക്കുന്നു. വിജ്ഞാനത്തോടു കൂടിയിട്ട് എനിക്ക് ലഭിക്കണം. വിദ്യ കിട്ടിക്കഴിഞ്ഞാൽ വിനയം ഉണ്ടാവണം. വിവേകത്തോടു കൂടിയിട്ട് പ്രയോഗിക്കാൻ സാധിക്കണം. സരസ്വതി ദേവിയോട്, സരസ്വാൻ്റെ പത്നിയായിട്ടുള്ള സരസ്വതി, അനന്തപത്മനാഭനായിട്ടുള്ള നാരായണൻ്റെ പത്നീഭാവം സരസ്വതി സ്വീകരിച്ചിട്ടുണ്ട്. ആ സരസ്വതിയെ ജഗൽഗുരുവിൻ്റെ പത്നി വാക്ക് ആയിട്ട് ബ്രഹ്മാവിൻ്റെ മുഖത്തിൽ ഭഗവാന്റെ നിർദ്ദേശത്തോടു കൂടിയിട്ട് വസിച്ച ആ സരസ്വതി ദേവിയെ വിദ്യ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഭഗവാങ്കൽ എത്താൻ വേണ്ടിയിട്ടാണ്. ഇനി മഹാദേവൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. വിജ്ഞാനസഹിതം ശംഭോ വിദ്യാം ദേഹി മഹേശ്വര. ദേഹി വാണി വിവേകം മേ വിനയം ദേഹി ജഗദ്ഗുരോ. ഇപ്പം മഹാദേവനായാലും വിഷ്ണു ആയാലും ഈ മഹാദേവി ആയാലും ഒരേപോലെ നമുക്ക് വിദ്യയെ തരണം. എന്തിനാണത്? വിദ്യ തന്നാൽ മാത്രമേ മുക്തി കിട്ടുള്ളൂ. വിഷ്ണുവിനോട് ചോദിക്കുമ്പോൾ വിജ്ഞാന സഹിതം വിഷ്ണു വിദ്യാം ദേഹി ജഗദ്ഗുരോ. ദേഹി കൃഷ്ണ വിവേകം മേ വിനയം ദേഹി ജനാർദ്ദന. വിഷ്ണു വിശദീതി വിഷ്ണുവാണ്. അതേപോലെ ജഗത്തിൻ്റെ ഗുരുവായിട്ടുള്ള ഭഗവാൻ കൃഷ്ണസ്വരൂപത്തിൽ, അത് എല്ലാവർക്കും എപ്പോഴും ആശ്രയിക്കാവുന്ന, എല്ലാവരും അറിയുന്നതായിട്ടുള്ള അനവധി അർത്ഥങ്ങൾ ആ കൃഷ്ണ ശബ്ദത്തിനുണ്ട്. അങ്ങനെയുള്ള ആ കൃഷ്ണൻ ജനാർദ്ദനനും കൂടിയാണ്. എത്ര ജീവജാലങ്ങളുണ്ടോ, എത്ര ഈ സജ്ജനങ്ങളുണ്ടോ, അവരെ മുഴുവൻ തന്നിലേക്ക് ആകർഷിക്കുക എന്ന ഭാവം. അങ്ങനെ സർവം ഹരിക്കുന്നതായിട്ടുള്ള ഭഗവാനെ ഗുരുസ്ഥാനത്ത് കണ്ടുകൊണ്ട് നമ്മളെല്ലാവരും എന്നും ചെല്ലുന്നതായിട്ടുള്ള ഗുരുവന്ദനം. മന്നാഥ ശ്രീ ജഗന്നാഥ മദ്ഗുരു ശ്രീ ജഗദ്ഗുരു മമാത്മാ സർവഭൂതാത്മാ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇങ്ങനെ ലോകഗുരുവിനെ, മറ്റ് ആത്മീയ ഗുരുക്കന്മാരെ ഇന്ന് കലികാലത്ത് കിട്ടുമോ സംശയമാണ്. അത് എളുപ്പമല്ല. അപ്പോൾ നമുക്ക് ഭഗവാനെ തന്നെ ആശ്രയിക്കാൻ പറ്റുള്ളൂ. അത് ശൈവമായിട്ടും വൈഷ്ണവമായിട്ടും ശാക്തേയമായിട്ടും ഏത് മാർഗത്തിലൂടെ സഞ്ചരിച്ചാലും ബ്രഹ്മത്തിലേക്ക് ജീവനെ എത്തിക്കുക, ലയിപ്പിക്കുക എന്ന മോഹത്തോട് കൂടിയിട്ട്, അത് സാരൂപ്യമുക്തി കിട്ടിയാലേ വൈകുണ്ഠത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അതേപോലെ ആ സാലോക്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ സാമീപ്യം, അത് കിട്ടാൻ കുറച്ചും കൂടി പ്രാർത്ഥന വേണം. അത് കഴിഞ്ഞിട്ട് വേണം സായുജ്യം കിട്ടാനായിട്ട്. അപ്പോൾ ആ സായുജ്യം ഈ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഈ വന്ദനം ഗുരുവായൂരപ്പനെ കേൾപ്പിക്കുന്നു. എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം.